ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ടേൽസ് ഓഫ് സലി. ഞാൻ തമിഴിൽ കണ്ടോ, ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലെ വിശേഷങ്ങളായിരിക്കും ഈ വ്ളോഗിലുണ്ടാവുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മടിവാളിൽ എത്തിക്കഴിഞ്ഞിട്ട് രാവിലെ നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറാണ് കേട്ടോ. ഉടുപ്പി ആത്തിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സെക്കൻഡ് ടൈമാണ് ബാംഗ്ലൂർ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാമകൃഷ്ണ കഫേ ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് എക്സ്ട്രീംലി നെക്സ്റ്റ് കുറച്ച് ലോങ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ ഞാനുള്ളത് മടിവാളയിലാണ്. അപ്പോൾ അവിടെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അത് നല്ലൊരു കഫേയാണ്, നല്ലൊരു കൊച്ചു സ്പേസിൽ നല്ല ഫുഡ്, അഫോർഡബിളാണ്. മടിവാള ഓൾമോസ്റ്റ് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള, ഭയങ്കര റേറ്റ് ഒന്നുമില്ല. ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് അവിടെ ജോലി ചെയ്യുന്നവർ, മലയാളികൾ ഒരുപാട് പേര് അവിടെ രാവിലെയും ഈവനിങ്ങൊക്കെ ഒത്തുകൂടുന്നത് ഞങ്ങളവിടെ ചെന്ന സമയത്ത് കണ്ടിട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെനു. ഞങ്ങളൊരു ഗീപ്പൊടി മസാല ദോശയും ഒരു പൂരി സെറ്റുമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ചെല്ലിയിരുന്നപ്പോഴത്തേക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അത് ഉണ്ടോ, ഇങ്ങനെ കുറച്ച് സ്പേസാണ്, പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഗീപ്പൊടി ഇഡ്ഡലി, ഗീപ്പൊടി മസാല ദോശ, പിന്നെ ഒരു പൂരി സെറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൂരി സെറ്റും മസാല ദോശയും 2 ചായയും കുടിച്ചപ്പോഴത്തേക്കും നമുക്ക് 150 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. സോ അത്ര അഫോർഡബിൾ റേറ്റിന് നല്ല ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മടിവാള ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസിങ് കോളനി പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒബ്സഷൻ ഇങ്ങനെയുള്ള പുതിയ സ്ഥലങ്ങൾ, നമ്മളറിയാത്ത ആളുകൾ, ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗാണ് ഉണ്ടാവും. ഇതേപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു ഏരിയയിൽ അതേപോലെയുള്ള വീടുകളൊക്കെ ഇരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. ഇതിപ്പോൾ നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ക്രോസിങ് ഇല്ല, ഇതേപോലെ ഓരോ മേൽപ്പാലം പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ജംഗ്ഷൻ എത്തുമ്പോഴും അങ്ങനെ അവിടെ അവൈലബിളാണ്. അങ്ങനെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ട്രാഫിക് എന്നുണ്ടെങ്കിൽ അത്ര വണ്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക്കൊന്നും എനിക്കതിന് കിട്ടിയില്ല, ഫസ്റ്റ് ടൈം പോയ സമയത്ത് ഉണ്ടായിരുന്ന പോലെ. കാരണം അന്ന് ഇലക്ട്രോണിക് സിറ്റിയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ ബാംഗ്ലൂരിലെ തെരുവോരങ്ങളിൽ തെണ്ടിത്തിരി നടക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആവാൻ പോകുന്നുണ്ട്. പക്ഷെ വെയിലാണ്, ചൂട് ഇല്ല, തണുപ്പാണ്. രാവിലെ വന്ന സമയത്ത് ഭയങ്കര കോട പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഈ നടന്നു പോണത് 2 വീലർ റെൻറ്റിന് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവിടെ ലോഗിൻ ചെയ്ത് കിട്ടുക റോയൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. അപ്പോൾ അവരുടെ നല്ല വണ്ടിയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വണ്ടിക്ക് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, നിന്ന് പോവുകയോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും വന്നില്ല. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റ് 2 ഹെൽമെറ്റും 1 ഡേക്ക് 24 അവേഴ്സിനേക്ക് ഞങ്ങൾക്ക് 1000 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ വണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഇവനാണ് ഇനി നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സംഘത്തെ സഹചാരി. അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട്. നമ്മൾ ബാംഗ്ലൂർ വന്നപ്പോൾ ഈ പ്രാവശ്യം വേറെ വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. അജുവിൻ്റെ ബ്രദറിൻ്റെ ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇത് കൊച്ചിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, ബൊയ്മിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്.
ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്ത്സ്, നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രസ് ഔട്ട്ലെറ്റാണ്. അപ്പോൾ നമുക്ക് കൊച്ചിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, അവിടെ ഇതിൻ്റെ ഫസ്റ്റ് ഷോപ്പ് അവിടെയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഷോപ്പ് ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പോൾ സോ അവരിവിടെ സെറ്റിൽ ആവാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെ കൂടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നത്. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ അകമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളി ഷോപ്പാണ്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട്, കൊച്ചിയിലുള്ളതിൽ വെച്ചിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പായിരിക്കും ഇവരുടെ ബാംഗ്ലൂരിലുള്ള ഷോപ്പ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിലവരുടെ ട്രയൽ റൂമൊക്കെയാണ്. അടിപൊളിയല്ലേ? ഇനി നമുക്ക് കുറച്ച് ബാംഗ്ലൂർ കാഴ്ചകൾ ഉണ്ടായാലോ. ഇനി ബാംഗ്ലൂരിൽ ഒരുപാട് കാഴ്ചകൾ, ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു യൂട്യൂബ് ഷോർട്ടായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസും ഹൈലൈറ്റ്സിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് സ്പോട്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഈ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് ക്യാപ്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിൽ അതൊക്കെ കാണാം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ വിധാന സൗധ, അതായത് ഇവിടുത്തെ കോടതിയാണ്. അപ്പോൾ വെറുതെ ആ ഒരു സിറ്റി ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ലുക്ക് പോകുന്ന രീതിയിൽ ആ ഒരു സ്ട്രക്ചർ തന്നെ, അതിൻ്റെ ആ ഒരു ബിൽഡിങ് ഇതിപ്പോൾ ഇതിൽ കൂടി കാണുമ്പോൾ എന്തോരം ഭംഗി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അവിടെ നിന്ന് കവർ ചെയ്തിട്ട് നമ്മൾ പോകുന്ന വഴിയാണ് ഉണ്ടാവും ട്രാഫിക്. ഇവിടെ ട്രാഫിക് ഒഴിച്ച് എല്ലാം അടിപൊളിയാണ് ഗൈസ്. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചിക്പേട്ട് മാർക്കറ്റിലാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ചീപ്പസ്റ്റ് മാർക്കറ്റുകളിൽ ഒരു മാർക്കറ്റാണ് ചിക്പേട്ട്. അവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ചിക്പേട്ട് മിസ് ചെയ്യരുത്. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ വെഡ്ഡിങ് ആവശ്യത്തിനായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കാഷ്വൽ വെയേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട്, കൂടുതലും ഈ വെഡ്ഡിങ് ആവശ്യത്തിന് വരുന്ന ആളുകളാണ് അവിടെ വരുന്നത്. കാരണം അത്രയും നല്ല ഹോൾസെയിൽ റേറ്റിൽ ലെഹങ്ക, ഗൗൺ, സാരീസിൻ്റെ നല്ല നല്ല സാരീസ്, ഇവിടെയൊക്കെ 15,000 കിട്ടുന്ന സാരീസ് കുറച്ചൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ ഒരു 6,000 7,000 ഒക്കെ, അത്രയും ഹെവി ആയിട്ടുള്ള, അല്ലാത്ത സെമി സിൽക്ക് സാരീസൊക്കെ ഒരുപാട് നല്ല സാരീസ് ഉണ്ട്. 1,000 2,000 റേഞ്ചിലൊക്കെ നല്ല നല്ല സാരീസൊക്കെ ഉണ്ട്. പിന്നെ നല്ല നല്ല കോട്ടൺ സെറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അരിച്ചു പെറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുമ്പോണ്ടാവും. ഇതുപോലെ നല്ല ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ളത്. ഞങ്ങൾ പോയത് സാറ്റർഡേ ആയിരുന്നു, പക്ഷേ ഇതിനേലും ക്രൗഡായിരിക്കും സൺഡേ. അപ്പോൾ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബിലോങ്ങിങ്സൊക്കെ ഒന്ന് സേഫ് ആക്കിയിട്ട് സൂക്ഷിക്കുക കേട്ടോ. പക്ഷേ നല്ല സാധനങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിക്പേട്ടിലൊക്കെ പോവുക, ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിൽ 1,000 റേഞ്ചിൽ കിട്ടേണ്ട ജ്വല്ലറിക്ക് ഇവിടെ 350 500 600 ആ റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. ഹാരം, ചോക്കർ, അങ്ങനത്തെ സെറ്റുകളൊക്കെ കിട്ടും. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പോകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബ്രേക്ക് ആമ്പൂർ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ബ്രേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരിവായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ശിവാജി നഗർ. അതും അവിടുത്തെ ഒരു ചീപ്പസ്റ്റ്, ചിക്പേട്ടിനേലും കുറച്ചൊരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ലോ ക്വാളിറ്റി സാധനങ്ങളാണ് കൂടുതലും. അവിടെ കുറച്ച് ബാർഗെയിൻ ചെയ്യുവാണ്, നല്ലോണം ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 500 കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇന്നതാണെങ്കിലും ജ്വല്ലറീസ് അങ്ങനെ കണ്ടില്ല, ബാഗ്സ്, ചപ്പൽ കുറച്ച് ചീപ്പസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ ബാർഗെയിൻ ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്ഷനായിരിക്കും ശിവാജി നഗർ. ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് മടിവാളിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫാണ് ഈ കാണുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ള് ഈ കാണുന്നതൊക്കെ മലയാളികളാണ്. നമ്മൾ എവിടെ ചെന്നാലും മലയാളീസ് അവിടെ ഉണ്ടാവും. അതൊരു എന്താ പറയുക, ഭയങ്കര അനുഭവമായിരുന്നു. കാരണം ഇത്രയും മലയാളീസിനെ ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഏരിയ കുറമംഗലം, മടിവാളയൊക്കെ മലയാളീസ് ഒരുപാട് പേര് ജോലി ചെയ്യുന്നവർ, പഠിക്കാൻ വരുന്ന ഒരുപാട് യൂത്ത് അവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള. പക്ഷെ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു, പിന്നെയും കേരളത്തിൽ നിന്ന് മലയാളികൾ, നിങ്ങൾ മലയാളിയാണ് ചേട്ടാ എന്നുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ടായി. അത് ഭയങ്കര ഒരു
അടിപൊളി ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച കടയാണ് കേട്ടോ കണ്ടത്. അതിൻ്റെ ഇപ്പുറത്തെ റോഡിലാണ് നോൺ വെജ് ആയിട്ടുള്ള റോളും ഈ കടയിൽ നിൽക്കുന്നവരും മലയാളികളാണ്. അതാണ് അതും വിറ്റായിരുന്നു. നമുക്ക് കൊച്ചിയിലാണോ നമ്മളെവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം കൂടി മറന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് രൂപത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.